കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ പുതിയൊരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ നഴ്സറി പോയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇതുവരെ നട്ടിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് അതിന്റെ നടീൽ രീതിയും കാര്യങ്ങളും കൂടാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ ഊഞ്ഞാലെ ഇരുത്തിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ എന്നാലും അതെന്തായാലും നടന്നിട്ടില്ല കേട്ടോ. അവളെക്കാട്ടും വലിയ തൂമ്പി എടുത്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുവാണ് ആള്. അപ്പൊ എനിക്ക് വലിച്ചു കൊണ്ടുതരും കേട്ടോ. എന്തായാലും ഇതേപോലത്തെ പരിപാടികളൊക്കെ ഇനി ഇതിന്റെ ഇടയിൽ കാണാൻ എന്തായാലും. അപ്പോൾ നമ്മൾ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്ലാന്റ് നടണമെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പൂച്ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മുടെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മൾ പൂച്ചെടികളൊക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നടാമെന്ന് വിചാരിച്ചു. മാത്രമല്ല നമ്മൾ വാങ്ങിയിട്ടത് ഫ്ലവറിങ് പ്ലാന്റ് ആണേ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ട്. അപ്പോൾ ആ ഒരു പൂ ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത കുറച്ച് പൂ ഇപ്പോഴും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് പ്ലാന്റാണെന്നും പൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ എടുത്തൊരു മണ്ണും ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇവിടെ കുറച്ച് കല്ലൊക്കെ ഉള്ളൊരു മണ്ണാണേ. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ പൂച്ചെടിക്കൊക്കെ എന്നും നനയ്ക്കാറൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു മണ്ണത്ര ഉറപ്പൊന്നും ഇല്ലാതെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിളയ്ക്കുമ്പോഴൊന്നും വലിയ റിസ്ക് ഇല്ല. അങ്ങനെ നമ്മളിവിടെ ഫുള്ള് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് കല്ലും ബാക്കി കുറച്ച് നമ്മൾ ചെത്തിയിട്ട് പുല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഭാഗത്തേക്ക് കൂട്ടിയിടാം. ഒരു കൊട്ട എടുത്തിട്ട് നമുക്കിത് ഫുള്ള് ഇതിലേക്ക് കോരി ഇവിടെ ഒന്ന് മാറ്റാം. ഒരു കൊട്ടയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് ഉള്ള പുല്ലും മണ്ണും എല്ലാം പാടെ അതുപോലെ തന്നെ ഈ ഒരു തൂമ്പ കിളയ്ക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഈ സംഭവമൊക്കെ ചെറിയത് നമുക്ക് കറക്റ്റ് കിളയ്ക്കാൻ പാകത്തിനാട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെയിറ്റും വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞ കാടുകളൊക്കെ ചെത്തിക്കളയാനും ഒക്കെ എളുപ്പമാണ്. നമ്മളിത് ഈ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് വലുപ്പമുള്ളൊരു കുഴി തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് കുഴി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഈ ഒരു മണ്ണിൽ അത്യാവശ്യം കല്ലുണ്ട്. അപ്പോൾ അത്യാവശ്യം കല്ലുണ്ട് കേട്ടോ. കളിക്കുമ്പോഴൊക്കെ കൂടുതലും കല്ലിനാണ് പോയി തട്ടുന്നത്. നമ്മൾ വാങ്ങിയത് കൂടത്തെയാണ്. അതായത് നമ്മൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു കൂടയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഈ ചെടിയൊക്കെ നടുന്നതുണ്ടാവുമല്ലോ. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴി തന്നെ എടുക്കണം. അതിനാണ് ഞാൻ ചെറിയൊരു വലിയ കുഴി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കുഴിയിലുള്ള ബാക്കി മണ്ണോട് നമുക്ക് ഫുള്ളൊന്ന് മുകളിലേക്ക് തന്നെ ഒന്ന് ആക്കിയിടാം. നമ്മുടെ കുഴി എടുക്കലിന്റെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഴിയുടെ ആഴവും വലുപ്പമൊന്നും കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടത് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ് നടാനുള്ള കുഴി തന്നെയാണ്. അപ്പോൾ എന്നാൽ ഇത്രയും ഒരു വലുപ്പം വേണം നമ്മൾ നടാൻ പോകുന്ന ഒരു പ്ലാന്റിന്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വട്ടൊക്കെ വീശി നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു ചെടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു വലുപ്പം കുഴിക്ക് എന്തായാലും വേണം. മാത്രമല്ല നമ്മൾ പല സ്ഥലങ്ങളിലും നിൽക്കുന്നവരെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു ചെടി തന്നെയാണ്. ഇതിന്റെ കൊമ്പ് നട്ടാലും ഉണ്ടാവട്ടെ. പക്ഷെ നമുക്ക് എന്തായാലും തൈ തന്നെ ആദ്യം വാങ്ങിയിട്ട് നടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വേറൊരു തൈയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാമല്ലോ കൊമ്പൊക്കെ നട്ട്. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഒരു തൈ വാങ്ങിയിട്ട് നടാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ എന്തായാലും തൈ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുഴി എടുത്ത് കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് കുഴിയിൽ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. കാരണം അതിൽ അത്യാവശ്യം കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ആ വളങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട വളങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ രണ്ട് വളവും നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ. കാരണം നമ്മൾ
ഒരു ജാതിത്തെയും നടിയിൽ രീതിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വളങ്ങളാണ്. അപ്പോൾ എന്തായാലും അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടോക്കൂടെ, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് തന്നെ. അപ്പോൾ ഇതാ ഇത് വേപ്പിൻ പിണ്ണാക്കും, അതുപോലെ തന്നെ ഇത് എല്ലുപൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറൊരു മെയിൻ ഐറ്റമാണ് നമ്മുടെ ഈ ഒരു സംഭവം. ഇത് നമ്മൾ ചകിരിച്ചോറ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അടിപൊളി ചകിരിച്ചോറ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൽ നിന്നും കുറച്ചെടുക്കാണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചകിരിച്ചോറൊക്കെ കട്ട് ചെയ്ത് നമ്മളിതാ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ മോയ്സ്ചർ കണ്ടന്റ് ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ നനവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ചകിരിച്ചോറ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് ഇതെടുത്ത് നമ്മൾ ഈ വളങ്ങളിട്ട് വെച്ച ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചകിരിച്ചോറൊക്കെ ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ചെടികളൊക്കെ നടുമ്പോൾ അത്യാവശ്യം കുറച്ച് ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ജലാംശം, അതുപോലെ തന്നെ വേരൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല വേരോട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെടി വളരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ചകിരിച്ചോറ്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരൈറ്റം കൂടി ഇടാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരിയോ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതോട് കൂടി തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചുകൂടി കൊടുക്കണേ. അപ്പോൾ ഒരൈറ്റം കൂടി ഇടാനുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ കുഴിയെടുത്തതിൻ്റെ ബാക്കി കുറച്ച് മണ്ണുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ച് മണ്ണ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിതിൽ ആട്ടിൻ കാഷ്ടും ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറമ്പിലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഞാനിപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത മണ്ണാണ് എടുത്തിട്ടുള്ളത്. കല്ലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെറുക്കി കളയാൻ മതി. നമ്മുടെ പോട്ടി മിക്സർ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുഴി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗത്തോളം നമ്മൾ ആ ഒരു കുഴിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പോട്ടി മിക്സറിലേക്ക് ഞാൻ അതാ കുറച്ച് മണ്ണുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തൂമ്പ് വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടയ്ക്കും ഒന്ന് ആക്കാം. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മെയിൻ സാധനം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മൾ നടാൻ വേണ്ടി പോകുന്ന നമ്മുടെ പ്ലാന്റ്. അപ്പോൾ മെലസ്റ്റോമ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. നല്ല ഭംഗിയിൽ ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് കുറേ പൂവുണ്ടായിരുന്നു അതിൽ കൊടുക്കുന്ന ഒരു ടൈമിൽ. ഒരുപാട് മൊട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പൂ വിരിഞ്ഞാൽ തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസമൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി നമ്മളിത് സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിരുന്നു വെച്ചിട്ട്. അപ്പോൾ അവൾ ഇടയ്ക്കൊക്കെ പോയിട്ട് പൂവൊക്കെ പിച്ചി എടുക്കും. അപ്പോൾ ഒരു 3-4 പൂ അങ്ങനെ അവൾ പിച്ചി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പൂവൊക്കെ ഇരിപ്പുണ്ടേ. അപ്പോൾ നല്ല വയലറ്റ് കളറിൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ. മാത്രമല്ല നമുക്ക് ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവർ തന്നെയാണ്. മാത്രമല്ല നമുക്കിത് ചെടിച്ചട്ടിയിലാക്കിയിട്ട് നടാം. അതേപോലെ നമുക്ക് ഇതേപോലെ കുഴിയൊക്കെ എടുത്ത് നമുക്ക് മണ്ണിൽ നടാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് വേറെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക്. നമുക്ക് കുഴിയിൽ ഇറക്കിയതിന് ശേഷം ആ കവർ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ കവറൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മണ്ണും ബാക്കി പോട്ടി മിക്സർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി റെഡിയാക്കാം. അപ്പം ഇനി നമ്മൾ പൊട്ടിച്ച് നമ്മുടെ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ ചെടി. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പോട്ടി മിക്സറാണ്. അതിന് ശേഷം നമുക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് ലെവൽ ചെയ്യാം. ഈ ഒരു ഫ്ലവറിൻ്റെ ഭംഗി കാരണമാണ് നമ്മളിത് വാങ്ങിക്കാൻ തന്നെ കാരണം. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല വയലറ്റ് കളറിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പോട്ടി മിക്സറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണ്ണ്.
അപ്പോൾ ഈ ഒരു കുഴിയെടുത്ത മണ്ണ് നമുക്കുള്ളത് കൊണ്ട് മണ്ണിന് നമുക്കിനി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു കുഴി മൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം കൊണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു കുഴി തന്നെ എടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റായിട്ട് നമ്മുടെ ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തടവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഭാവിയിലാണെങ്കിലും കുറച്ച് വളങ്ങളും കാര്യങ്ങളും ചെയ്യാനും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ തടത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ വേരുകൾക്ക്. അപ്പോൾ അവർ ഇത് ലെവലാക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും. നമുക്ക് എന്തായാലും ഇപ്പോൾ നട്ടല്ലേ ഉള്ളൂ, ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആ തടം കൂടി എടുത്തതുകൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഫുള്ള് താഴേക്കൊന്നും പോവാതെ തടത്തിൽ തന്നെ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളൂ. നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ എന്ന് പറഞ്ഞ ഒരു ചെടിക്ക് അത്യാവശ്യം തണലൊക്കെ വേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചപ്പൊന്ന് വെച്ച് ഒന്ന് ചുറ്റുമൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നാളെ മറ്റേതൊക്കെ ഇനി എന്നും നമ്മൾ നനയ്ക്കുമല്ലോ, അപ്പോൾ എന്നും നനയ്ക്കുമ്പോഴും ഈ ഒരു ചപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഈ ഒരു ചപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈർപ്പൊക്കെ നിൽക്കും. നമ്മൾ അടിയിൽ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ നടണം. അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം നന്നായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഭാവിയിലുള്ള വളർച്ചയും കാര്യങ്ങളും ഇതിൽ ഇനി പൂവുണ്ടാവുന്നതും വലുതാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ, അതായത് നമ്മുടെ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നമുക്കിത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നട്ടിട്ടുള്ള നമ്മുടെ പയറിലൊക്കെ അത്യാവശ്യം കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പയറൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പയറാണ്. അപ്പോൾ നമ്മൾ 2-3 ഇനം പയറാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാത്തിലും കുറച്ചീശ പയർ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂത്ത പയർ നല്ല നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിതാ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പയർ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ രാസവളമൊന്നും ചേർക്കാതെ നല്ല ജൈവവളം മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഇത്രയും പയറിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ഒരിക്കൽ തോരൻ വെക്കുന്നതിനേക്കാളും കൂടുതൽ തന്നെ നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട്. പിന്നെ സവോളയൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടുപോയിട്ടൊന്ന് തോരൻ വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.